പരാജയം എന്നാൽ എല്ലാം അവസാനിച്ചു എന്നല്ല, മറിച്ച് കൂടുതൽ ബുദ്ധിശക്തിയോടെ വീണ്ടും തുടങ്ങുവാനുള്ള അവസരം മാത്രമാണ്. ലോകത്തെ വിസ്മയിപ്പിച്ച ഓട്ടോമൊബൈൽ വ്യവസായി ഹെൻറി ഫോർഡിന്റെ ഈ വാക്കുകൾ മാത്രം മതി ഏതൊരു തളർന്ന മനസ്സിനെയും ഉണർത്താൻ. 1863 മിഷിഗണിലെ ഒരു സാധാരണ കർഷക കുടുംബത്തിലാണ് ഹെൻറി ജനിച്ചത്. അച്ഛന് മകൻ ഒരു കർഷകനാകാനായിരുന്നു ആഗ്രഹം. എന്നാൽ ഹെൻറിയുടെ കണ്ണ് മണ്ണിലായിരുന്നില്ല, യന്ത്രങ്ങളിലായിരുന്നു. 15-ാം വയസ്സിൽ സുഹൃത്തുക്കളുടെയും അയൽക്കാരുടെയും വാച്ചുകൾ റിപ്പയർ ചെയ്തുകൊണ്ട് അദ്ദേഹം തന്റെ യാത്ര ആരംഭിച്ചു. സ്കൂൾ പഠനത്തെക്കാൾ യന്ത്രങ്ങളുടെ ഹൃദയമിടിപ്പ് ശ്രദ്ധിക്കാനായിരുന്നു അദ്ദേഹത്തിന് താല്പര്യം. ഡിഗ്രികളുടെ കനത്തിലല്ല, നിങ്ങളുടെ ഉള്ളിലെ അടങ്ങാത്ത കൗതുകമാണ് നിങ്ങളെ ഒരു പ്രതിഭയാക്കി മാറ്റുന്നത്. ഇന്ന് നമ്മൾ കാണുന്ന ഫോർഡ് മോട്ടോർ കമ്പനി ഒരു ദിവസം കൊണ്ട് ഉണ്ടായതല്ല. അതിന്റെ പിന്നിൽ ഹെൻറി ഫോർഡ് എന്ന മനുഷ്യൻ നേരിട്ട തകർച്ചയുടെയും കണ്ണീരിന്റെയും ഹൃദയസ്പർശിയായ ഒരു കഥയുണ്ട്. ഒന്നല്ല രണ്ടല്ല, പലവട്ടം അദ്ദേഹം ബിസിനസ്സിൽ പരാജയപ്പെട്ടു. 1899 ആദ്യത്തെ കമ്പനി പൊളിഞ്ഞപ്പോൾ നിക്ഷേപകർ കാര്യശേഷി ഇല്ലാത്തവൻ എന്ന് വിളിച്ച് അദ്ദേഹത്തെ ആക്ഷേപിച്ചു. ഫോർഡ് മോട്ടോർ കമ്പനി തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു സമ്പൂർണ്ണ പാപ്പരായി മാറിയിരുന്നു. ചരിത്രം വിജയികളുടേതാണ്, പക്ഷേ ആ വിജയത്തിലേക്കുള്ള വഴി പരാജയങ്ങൾ കൊണ്ട് മെനഞ്ഞതാണ്. തന്റെ 40-ാം വയസ്സിൽ ജീവിതം അവസാനിച്ചു എന്ന് മറ്റുള്ളവർ കരുതിയ സമയത്താണ് അദ്ദേഹം ലോകം കണ്ട ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്നിന് തറക്കല്ലിട്ടത്. അക്കാലത്ത് കാറുകൾ പണക്കാർക്ക് മാത്രമുള്ള ഒരു ആഡംബര വസ്തുവായിരുന്നു. എന്നാൽ സാധാരണക്കാർക്കും ഒരു കാർ വേണമെന്ന വാശിയിൽ അദ്ദേഹം മോഡൽ ടി എന്ന മോഡൽ പുറത്തിറക്കി. 12 മണിക്കൂർ എടുത്തിരുന്ന കാർ നിർമ്മാണം അദ്ദേഹം അസംബ്ലി ലൈൻ എന്ന ടെക്നോളജി നടപ്പിലാക്കിയതിലൂടെ വെറും 93 മിനിറ്റായി കുറച്ചു. വേഗത വർദ്ധിപ്പിക്കുക എന്നതിനർത്ഥം അധ്വാനം കൂട്ടുക എന്നല്ല, മറിച്ച് ബുദ്ധിപരമായി ജോലി ചെയ്യുക എന്നാണ്. തൊഴിലാളികൾക്ക് അക്കാലത്തെ ഏറ്റവും വലിയ ശമ്പളമായ $5 ഒരു ദിവസം നൽകിക്കൊണ്ട് അദ്ദേഹം ലോകത്തെ ഞെട്ടിച്ചു. ലോകത്ത് ആദ്യമായി 5 ദിവസത്തെ പ്രവൃത്തി ആഴ്ചയും 8 മണിക്കൂർ ജോലി സമയവും ആദ്യമായി നടപ്പിലാക്കിയത് അദ്ദേഹത്തിന്റെ കമ്പനിയിലാണ്. തന്റെ ഉൽപ്പന്നം നിർമ്മിക്കുന്ന തൊഴിലാളിക്ക് അത് വാങ്ങാനും കഴിയണം എന്ന ചിന്താഗതിയാണ് അദ്ദേഹത്തെ ഇതിന് പ്രേരിപ്പിച്ചത്. ഒരു കമ്പനിയുടെ ഏറ്റവും വലിയ ആസ്തി യന്ത്രങ്ങളല്ല, അവിടെ ജോലി ചെയ്യുന്ന മനുഷ്യരുടെ കാഴ്ചപ്പാടുകളാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ ഒരു പരാജയം നേരിടുന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട. നിങ്ങൾ തോൽക്കുന്നത് തകരാനല്ല, മറിച്ച് കൂടുതൽ കരുത്തോടെ തിരിച്ചു വരാനാണ്. ഹെൻറി ഫോർഡ് തന്റെ മരണം വരെ പരീക്ഷണങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. അദ്ദേഹം ഒന്നിനെയും ഭയപ്പെട്ടിരുന്നില്ല. കുതിരവണ്ടിയുടെ കാലത്ത് കാറിനെ പറ്റി മാറി ചിന്തിക്കാൻ കാണിച്ച ധൈര്യമാണ് അദ്ദേഹത്തെ ചരിത്ര പുരുഷനാക്കി മാറ്റിയത്. തോൽക്കാൻ റെഡിയാണെങ്കിൽ മാത്രം ജയിക്കാനായി ഇറങ്ങിത്തിരിക്കുക. കാരണം വീഴാത്തവനല്ല, വീണിടത്തു നിന്ന് എഴുന്നേൽക്കുന്നവനാണ് യഥാർത്ഥ പോരാളി. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. നിങ്ങളുടെ പ്രതികരണങ്ങളാണ് എൻ്റെ മോട്ടിവേഷൻ. താങ്ക്